അപ്പോൾ നമുക്ക് തേർഡ് പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ വായിക്കാം. ബനാൻസ ലിമിറ്റഡ് ഹെൽഡ് ഓൺ 1st April 2017 2,90% ഗവൺമെൻറ് ലോൺ അറ്റ് 1,90,000 ഫേസ് വാല്യൂ ഓഫ് ലോൺ 100 ഈച്ച്. 3 months ഇൻട്രസ്റ്റ് ഹാഡ് അക്രൂഡ് ഓൺ ദി എബവ് ഡേറ്റ്. അപ്പം എന്തുവാ ഇൻട്രസ്റ്റ് അക്രൂഡ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 months ആണ് ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുത്തതെന്നാൽ 31st ഡിസംബറിലായിരിക്കും. അത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞു. അപ്പം 3 മാസത്തെ ഇൻട്രസ്റ്റ് ആയി. അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്ത ഓൺ 31st May 2017 the company purchased same government loan for the of the face value of 80,000 at 95 net come interest. അപ്പോൾ എന്താ ഗവൺമെൻറ് സ്റ്റോക്ക് അനദർ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ കോസ്റ്റ് 80,000 ആണ്. അതിൻ്റെ ഫേസ് വാല്യൂ എന്താ 95 വെച്ചിട്ട് അതും കം ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അടുത്തത് ഓൺ 1st June 2017 60,000 ഫേസ് വാല്യൂ ഓഫ് ദ ലോൺ വാസ് സോൾഡ് അറ്റ് 94. അപ്പം 60,000 ഫേസ് വാല്യൂ ഉള്ള ലോൺ സെയിൽ ചെയ്തു. എത്ര? 94. അത് എക്സ് ഇൻട്രസ്റ്റിലാണ് സെയിൽ ചെയ്തത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ വാസ് പെയ്ഡ് ഈച്ച് ഇയർ 13th June and 31st December was credited by the bank on the same date. ആ ഡേറ്റ് തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട് എമൗണ്ട്. ഓൺ 31st November 2017 40,000 ഫേസ് വാല്യൂ ഓഫ് ദി ലോൺ വാസ് സോൾഡ് അറ്റ് 97 കം ഇൻട്രസ്റ്റ്. അതായത് ഒരു 40,000 ഫേസ് വാല്യൂ ഉള്ള ലോണും കൂടെ 31st നവംബറിൽ സെയിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ 97 ആണ്. അത് കം ഇൻട്രസ്റ്റിലുമാണ്. അപ്പം അത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. പിന്നെ ഓൺ 1st December 2017 the company purchased the same loan 10,000 at par എക്സ് ഇൻട്രസ്റ്റ്. അതായത് കമ്പനി എന്താ സെയിം ലോണ് 10,000 പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂ തന്നെ പർച്ചേസ് ചെയ്തു. അത് എക്സ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഓൺ 1st March 2018 the company sold 10,000 ഫേസ് വാല്യൂ ഓഫ് ദി ലോൺ അറ്റ് 95 എക്സ് ഇൻട്രസ്റ്റ്. അപ്പം 95 എക്സ് ഇൻട്രസ്റ്റിലുള്ള ലോൺ 10,000 ലോൺ വീണ്ടും സെയിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അത് എന്താ എക്സ് ഇൻട്രസ്റ്റിലാണ്. പിന്നെ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ലോൺ ഓൺ 31st March 2018 വാസ് 96 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഫസ്റ്റ് എൻട്രി എന്താ ബാലൻസിൻ്റെ എൻട്രിയാണ്. അപ്പം ബാലൻസ് ബ്രോ ഡൗൺ ചെയ്ത് എൻട്രി എഴുതുക. അതിനുശേഷം കണ്ടോ അതിൽ പറഞ്ഞിട്ടുണ്ട് എക്സ് ഇൻട്രസ്റ്റ് ആണോ കം ഇൻട്രസ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇത് ഗവൺമെൻറ് സ്റ്റോക്ക്, ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. അപ്പോൾ എന്താ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതെപ്പോഴും എക്സ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് എക്സ് ഇൻട്രസ്റ്റ് ആയിട്ടാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ ടു ബാലൻസ് BD എന്ന് പറഞ്ഞ് ഫേസ് വാല്യൂ കാണിക്കുക. നോമിനൽ കോളത്തിൽ ഈ 1,90,000 തന്നെ കാണിക്കുക. അപ്പം നമ്മൾ എഴുതി ഫസ്റ്റ് ഡേറ്റ് ഇട്ട് 1st April 2017 ടു ബാലൻസ് BD 2 lakh എമൗണ്ട് എഴുതി. അതിൻ്റെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ കോസ്റ്റ് 1,90,000. കാരണം അത് ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് അത് എക്സ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്ത് എഴുതുകയാണ്. അസ്യൂം ചെയ്യുന്നതല്ല, ഗവൺമെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതെപ്പോഴും എക്സ് ഇൻട്രസ്റ്റ് ആയിരിക്കും. 1,90,000 എഴുതി. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 2 lakhൻ്റെ 9% വെച്ച് 3 monthsലെ ഇൻട്രസ്റ്റ് അക്രൂഡ് അല്ലേ. അപ്പം ആ 3 monthsലെ ഇൻട്രസ്റ്റ് കാണുക. അപ്പോൾ അതിന് വേണ്ടി ഇൻട്രസ്റ്റ് ഓൺ 1st April 2017 2 lakh ഇൻറ്റു 9/100 ഇൻറ്റു 3/12 ചെയ്യുമ്പോൾ നമുക്ക് 4,500 കിട്ടും. ഈ 4,500 നമുക്ക് ഇൻട്രസ്റ്റ് കോളത്തിൽ കാണിക്കാം. അടുത്ത എൻട്രി എന്താ? കമ്പനി പർച്ചേസ് ദ ഗവൺമെൻറ് ലോൺ ഓഫ് ദി ഫേസ് വാല്യൂ 80,000 അറ്റ് 95 കം ഇൻട്രസ്റ്റ്. അപ്പം 80,000 ആണ് പ്രിൻസിപ്പൽ നോമിനൽ വാല്യൂ. അപ്പോൾ എത്രയാണ്? 800 ഷെയർസ് ഇൻറ്റു 95 ചെയ്യുമ്പോഴത്തേക്കും എന്ത് നമുക്ക് കോസ്റ്റ് കിട്ടും. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തിട്ട് വേണം കോസ്റ്റ് കോളത്തിൽ എഴുതാൻ. ആ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് ഇൻട്രസ്റ്റ് കോളത്തിലും എഴുതാം. അപ്പം നമുക്ക് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പർച്ചേസ് ഓൺ 31st May 2017 എത്രയാണ്? 800 ഇൻറ്റു 95 വെച്ച് ചെയ്യുമ്പം 76,000 വരും. പിന്നെ അക്രൂഡ് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് മൈനസ് ചെയ്ത്, അത് കം ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മൈനസ് ചെയ്യും. അപ്പം 80,000 ഇൻറ്റു
100 ഇൻറ്റു 5 മാസമല്ലേ, കാരണം മെയ്യിലാണ് പർച്ചേസ് നടത്തിയത്. അപ്പോൾ എത്രയാണ്, ഡിസംബർ കഴിഞ്ഞിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസത്തെ 5/12. അപ്പോൾ 3000 വരും. ആ 3000 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും 73,000 നമുക്ക് എന്താ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അത് നമ്മൾ അക്കൗണ്ടിൽ കോസ്റ്റ് കോളത്തിൽ കാണിക്കുക. അപ്പം പർച്ചേസിൻ്റെ എൻട്രി ബൈ ബാങ്ക് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഫേസ് വാല്യൂ 80,000, ഇൻട്രസ്റ്റ് 3,000, കോസ്റ്റ് 73,000 കാണിക്കാം. ഇനി അടുത്തത് എന്താ, ഓൺ 1 ജൂൺ 2017 60,000 ഫേസ് വാല്യൂ ഓഫ് ദി ലോൺ വാസ് സോൾഡ് അറ്റ് 94x ഇൻട്രസ്റ്റിൽ സെയിൽ ചെയ്തു എന്ന് 1 ജൂണിൽ. അപ്പം അതിൻ്റെ എൻട്രി എഴുതാം. അപ്പം നമുക്ക് സെയിൽസിൻ്റെ എൻട്രി എഴുതാം. അപ്പോൾ സെയിൽസ് എത്രയാണ്, 600 അല്ലേ, 600 ഇൻറ്റു 94 വെച്ചാണ് സെയിൽ നടത്തിയത്. അപ്പോൾ 56,400 കിട്ടും. പിന്നെ നമുക്കതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ 60,000 ആണ് നമുക്ക് സെയിൽ നടത്തി. അതേ ഡിവൈഡ് ബൈ ഫസ്റ്റ് ബാലൻസ് ഉണ്ടായിരുന്നത് 2 lakh ഇൻറ്റു ആ 2 lakhൻ്റെ കോസ്റ്റ് 1,90,000. അപ്പോൾ ഈ 1,90,000 ഇൻറ്റു ചെയ്യുമ്പോൾ ഈ 60യുടെ മാത്രം നമുക്ക് കോസ്റ്റ് കിട്ടും. അങ്ങനെയാണ് 57,000 കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ എന്താ 600, കാരണം കോസ്റ്റാണ് കൂടി നിന്നത്. അപ്പോൾ 600 എന്താ ലോസ് ഓൺ സെയിലാണ്. ഈ എമൗണ്ട് നമ്മൾ P&L ബൈ P&L എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുക. പിന്നെ അടുത്തത് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് 60,000 × 9/100 ഇൻറ്റു 5/12 ചെയ്യുമ്പോൾ 2,250 നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. അത് നമുക്ക് അക്കൗണ്ടിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ ഇതാണ്ട് 1 ജൂൺ ഡേറ്റ് ഇട്ട് ബൈ ബാങ്ക് അക്കൗണ്ട് പറഞ്ഞ് സെയിലിൻ്റെ എമൗണ്ട്, നോമിനൽ വാല്യൂ, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട്, പ്രിൻസിപ്പൽ ഓർ കോസ്റ്റ് കോളത്തിൽ ആ എമൗണ്ട് കാണിക്കുക. പിന്നെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് ലോസ് ഓൺ സെയിലാണ്. അത് ബൈ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് ലോസും കാണിക്കുക. ഇനി അടുത്ത എന്താ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ വാസ് പെയ്ഡ് ഈച്ച് ഇയർ ഓൺ 13th June ആൻഡ് 31st December ആൻഡ് വാസ് ക്രെഡിറ്റഡ് ബൈ ദ ബാങ്ക് ഓൺ ദി സെയിം ഡേറ്റ്. അപ്പം 13th ജൂണിലും 31st ഡിസംബറിലും ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻറ്റ്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 13th ജൂണിൽ എത്രയാണ്, 2,20,000 ആണ് ബാലൻസ്. കാരണം ആദ്യമേ 2 lakh ഉണ്ടായിരുന്നു, അടുത്തത് നമ്മൾ 80,000 പർച്ചേസ് ചെയ്തു. ഇപ്പോൾ 2,80,000 ഉണ്ട്. അതിൽ നിന്ന് 60,000 സെയിൽ നടത്തിയപ്പോൾ ബാലൻസ് 2,20,000. 2,20,000 ഇൻറ്റു 9/100 ഇൻറ്റു 6/12 ചെയ്യുമ്പോൾ നമുക്ക് 9,900 കിട്ടും. ഇത് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കും. 13th ജൂണിൽ ടു ബാങ്ക് അക്കൗണ്ട് ബൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് 9,900 കാണിക്കുക. ഈ സെയിലിനകത്ത് നമ്മുടെ ഫസ്റ്റ് സെയിലിനകത്ത് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം പ്രശ്നമല്ല, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിലിൻ്റെ ലോസ് ഓൺ സെയിൽ 600 അല്ലേ, അത് ഞാൻ ഈ നമ്മുടെ അക്കൗണ്ടിൽ എഴുതിയപ്പോൾ ഒന്ന് തിരിഞ്ഞു പോയി. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ഇൻട്രസ്റ്റ് 2,250 ലോസ് ഓൺ സെയിൽ 600 കണ്ടോ. ഇൻട്രസ്റ്റ് 2,250, ലോസ് ഓൺ സെയിൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 600 കാണിക്കണം. നേരത്തെ ഇത് എഴുതിയപ്പോൾ തെറ്റിപ്പോയി, അതാണ് ഒന്നും കൂടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെയിലാണ്. 40,000 ആണ് സെയിൽ നടത്തിയിരിക്കുന്നത്. അപ്പം ആ 40,000ത്തിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, 400 ഇൻറ്റു 97 38,800 വരും. സെയിൽസ് എമൗണ്ട് അത്രയും വരും. അതിൽ നിന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അക്രൂഡ് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒറിജിനൽ സെയിൽസ്, നെറ്റ് സെയിൽസ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേഷൻ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് 1,500 രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നത്. 40,000 ഇൻറ്റു 9/100 ഇൻറ്റു 5 മാസമല്ലേ, കാരണം നവംബർ 31st സെയിൽ നടത്തി. അപ്പം 13th ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 5 മാസം. അപ്പം 5/12 ചെയ്യുമ്പോഴത്തേക്ക് 1,500. അപ്പം സെയിൽസ് പ്രൊസീഡ്സ് 37,300 വരും. പിന്നെ എന്താ, അതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് മൈനസ് ചെയ്യണം, ലോസ് ഓർ പ്രോഫിറ്റ് അറിയാൻ വേണ്ടി. അപ്പം കോസ്റ്റ് കണ്ടുപിടിച്ചത് നേരത്തെ പോലെ തന്നെ 40,000 ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു 1,90,000. അപ്പോൾ നമുക്ക് 38,000 കോസ്റ്റ് വന്നത്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ 700 ലോസ് ഓൺ സെയിലാണ്. കാരണം കോസ്റ്റാണ് കൂടി നിൽക്കുന്നത്, അതുകൊണ്ട് ലോസ് ഓൺ സെയിലാണ് ഈ കേസിൽ. എന്നിട്ട് ഇത് നമുക്ക് അക്കൗണ്ടിലേക്ക് എഴുതാം. അപ്പം ബൈ ബാങ്ക് അക്കൗണ്ട് പറഞ്ഞാൽ 40,000 ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 1,500. ആ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്തതിന് ശേഷം 37,300 അതായിരിക്കും കോസ്റ്റ്. പിന്നെ സംഭവിച്ച ലോസ് ഓൺ സെയിൽ 700 കാണിച്ചു. അപ്പോൾ നമ്മളെന്താ, ആ 1st ഡിസംബറിൽ 2017 ഒരു 10,000 കൂടെ പർച്ചേസ് ചെയ്തു. അപ്പം അത് നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട. കാരണം
ഇത് ഫേസ് വാല്യൂ 10,000 ആ വാല്യൂവിന് തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പാർ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം 2 കോളത്തിലും 10,000 വരും. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താ, എക്സ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് മൈനസും ചെയ്യേണ്ട, നേരെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഡേറ്റ് എന്താ, 1 ഡിസംബർ 2017 അപ്പം എത്ര മാസമുണ്ട്, 5 മാസം. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 5 മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 5 മാസത്തെ ഇൻട്രസ്റ്റാണ് 10,000 ഇൻറ്റു 9/100 ഇൻറ്റു 5/12 ചെയ്യുമ്പം നമുക്ക് 375 കിട്ടും. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. ഈ ഇൻട്രസ്റ്റിനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ എന്താ, പർച്ചേസിൻ്റെ ഡേറ്റ് ഇട്ട് ടു ബാങ്ക് അക്കൗണ്ട് പറഞ്ഞ് പർച്ചേസിൻ്റെ എൻട്രി എഴുതി. ഫേസ് വാല്യൂ 10,000, കോസ്റ്റും 10,000. അപ്പം ഇതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ട് 375 റുപ്പീസാണ് കാൽക്കുലേറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് എന്താ, ഫസ്റ്റ് മാർച്ചിൽ 10,000 രൂപയുടെ ലോണ് ലോണ് സെയിൽ ചെയ്തെന്നാണ് പറയുന്നത്. എത്ര രൂപയ്ക്ക്, 95 വെച്ചിട്ട്. അപ്പം അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഇത് സെയിൽസ് കണ്ടോ, 100 ഇൻറ്റു 95 ചെയ്യുമ്പം 9,500 കിട്ടും. കാരണം 95-ലാണ് സെയിൽ ചെയ്തതെന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കോസ്റ്റ് നമ്മൾ, കാരണം നെറ്റ് പ്രോഫിറ്റോ ലോസോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് എക്സ് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യേണ്ട. കാരണം ഓക്കെ, അത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് നേരിട്ട് കോസ്റ്റ് മൈനസ് ചെയ്യാം. അപ്പോൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് 10,000 ഡിവൈഡ് ബൈ 2 lakh ഇൻറ്റു 1,90,000. അപ്പോൾ നമുക്ക് 9,500 കിട്ടും. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പം പ്രോഫിറ്റോ ലോസോ ഇല്ല. പിന്നെന്താ, അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 10,000 ഇൻറ്റു 9/100 ഇൻറ്റു 2/12 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. നമുക്ക് ഇവിടെ 150 കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് എന്നിട്ട് അക്കൗണ്ടിലേക്ക് എഴുതാം. അപ്പം ഇതാണ് നമ്മുടെ സെയിൽസിൻ്റെ എൻട്രി. ഫസ്റ്റ് മാർച്ച് 2018 ബാങ്ക് അക്കൗണ്ട് പറഞ്ഞ് 10,000 നോമിനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് 150 അതിൻ്റെ കോസ്റ്റ് 9,500 കാണിക്കാം. ഇനി നമുക്കുള്ളത് നമ്മുടെ അക്കൗണ്ട്സ് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ, നമ്മുടെ നോമിനൽ കോളംസ് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. ഈ 31 ഡിസംബറിൽ ഒരു ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും കൂടി ഉണ്ട്. അതും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എത്രയാണ് ബാലൻസ് ഉള്ളത്, ഇവിടെ ടോട്ടൽ ഫസ്റ്റ് 2 lakh, പിന്നെ ഒരു 80, പിന്നെ ഒരു 10. അപ്പം 2,90,000 ആണ് നമ്മുടെ നമുക്ക് കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നിന്ന് നമ്മൾ സെയിൽ നടത്തി. ആദ്യം 60,000 പോയപ്പോഴത്തേക്കും 2,90,000 60 പോയപ്പം 2,30,000. അതിൽ നിന്ന് വീണ്ടും 40 പോയപ്പോഴത്തേക്കും 1,90,000 ആയി. 1,90,000 അപ്പം ഈ 1,90,000 ആണ്. 1,90,000യുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അത് ഇവിടെ എഴുതണം. അപ്പോൾ 1,90,000യുടെ ഇൻട്രസ്റ്റ് ആണ്. 1,90,000 ഇൻറ്റു 9/100 ഇൻറ്റു 6/12 ചെയ്യുമ്പം 8,550 വരും. അത് നമ്മുടെ ഈ അക്കൗണ്ടിൽ. അപ്പോൾ അതേ 31 ഡിസംബറിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് 8,550 അത് നമുക്ക് കാണിക്കാം. ഇനി നമുക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. നോമിനൽ കോളം നോക്കാം. 2,80,000 പ്ലസ് 10 2,90,000. അപ്പം 2,90,000. അപ്പം ഈ സൈഡിലും 2,90,000 എഴുതുക. അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പം 1,10,000 മൈനസ് ചെയ്യുമ്പം 1,80,000 വരും. 1,80,000 ആയിരിക്കും എന്താ ബാലൻസ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി നമുക്ക് കോസ്റ്റ് കോളം ടാലിയാക്കാം. 1,90,000 73 10,000 ആഡ് ചെയ്യുമ്പം 2,73 ആണ് ടോട്ടൽ കിട്ടുന്നത്. അപ്പം അത് ഈ സൈഡിലും 2,73 എഴുതി. അപ്പോൾ അതിൻ്റെ ബാലൻസിങ് ഫിഗർ 1,68,500 ആണ് കോസ്റ്റിൻ്റെ ക്ലോസിങ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്താ, നമുക്ക് ഇൻട്രസ്റ്റ് കോളം കൂടെ നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മൾ ഇൻട്രസ്റ്റ് കോളം ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഈ ബാലൻസ് CD നമ്മൾ എഴുതിയല്ലോ, 1,80,000 ബാലൻസ് എഴുതി. അപ്പോൾ ഈ 1,80,000യുടെ എന്താ ഡേറ്റ് എന്താ, 31 മാർച്ച്. അപ്പം എപ്പോഴാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്, 30th ജൂണും 31 ഡിസംബറുമാണ്. അപ്പം 31 ഡിസംബറിന് ശേഷം 3 മാസം കൂടി കഴിഞ്ഞു. അപ്പം ഈ 3 മാസത്തെ ഇൻട്രസ്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇവിടെ കാണിക്കാൻ.
അപ്പം ഇൻട്രസ്റ്റ് ഓൺ 31st March 2018 1,80,000 ഇൻറ്റു 9/100 ഇൻറ്റു 3/12 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 4,050 എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റാണ് നമ്മൾ ക്ലോസിങ് ബാലൻസിനകത്ത് കാണിക്കണം. 4,050. എന്നിട്ട് ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഈ ഇൻട്രസ്റ്റ് കോളം ടാലി ആക്കാം. അങ്ങനെ അപ്പം ഇൻട്രസ്റ്റിൻ്റെ കോളം നമ്മൾ ടാലി ആക്കുമ്പം നമുക്ക് ബാലൻസ് 18,525 കിട്ടും. അങ്ങനെ ഇൻട്രസ്റ്റിൻ്റെ കോളവും ടാലിയായി. ഇതാണ് ഈ പ്രോബ്ലം കംപ്ലീറ്റ്.